മടത്തറ പണ്ടാരച്ചിറയിലെ ചെക്ക് ഡാം നിർമ്മാണത്തിൻ്റെ എതിരെ നിങ്ങൾ പരാതി കൊടുത്തതായിട്ട് അറിഞ്ഞു. എന്താണ് പരാതിക്കുള്ള പ്രധാനപ്പെട്ട കാരണം? ഈ ചെക്ക് ഡാം പരാതി അല്ലെങ്കിൽ മേലെ മണലിപ്പുഴയിലെ ചെളി നീക്കാം എന്ന് പറഞ്ഞുള്ള ഒരു പദ്ധതി കൂടി എം എൽ എയും മന്ത്രിയുമായ കെ രാജൻ്റെ ഫണ്ടിൽ നിന്ന് 85 ലക്ഷം രൂപ അനുവദിച്ച ഒരു പദ്ധതി കൂടി ഉണ്ടായിരുന്നു. നമുക്കറിയാം, പീച്ച് ഡാമിൽ നന്നായി മഴ പെയ്ത് കഴിഞ്ഞാൽ ആ വെള്ളം നിറയുകയും ആ വെള്ളം നിറഞ്ഞതിൻ്റെ ഭാഗമായിട്ട് ഷട്ടർ തുറന്നു കഴിഞ്ഞാൽ നടത്തറ, പാണഞ്ചേരി, പുത്തൂർ പഞ്ചായത്തുകളിൽ നല്ല രീതിയിൽ വെള്ളം കയറുകയും വീടുകൾ അതുപോലെ തന്നെ കൃഷി സ്ഥലങ്ങൾ നാശം സംഭവിക്കുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അവർ പരിശോധിച്ചപ്പോൾ നടത്തറ പഞ്ചായത്തിലെ മണലിപ്പുഴ പോകുന്ന വലക്കാവ്, എരേമംഗലം, മൂർക്കിനി പ്രദേശത്ത് നിന്ന് ചെളി നീക്ക എന്നൊരു പദ്ധതി കൊണ്ടുവരികയും അത് അങ്ങനെ 85 ലക്ഷം വരെ ഒരു പദ്ധതിയാണ് നടപ്പിലാക്കിയത്. 85 ലക്ഷം വെച്ചിട്ട് ചെളി നീക്കാം എന്നൊരു പദ്ധതി. നമുക്കറിയാം, ശരിക്കും ഈ വലക്കാവ്, മൂർക്കനിക്കര പ്രദേശത്ത് ചെളിയല്ല ശരിക്കും നീക്കുന്നത് ആ പീച്ച് ഡാമിലെ സംരക്ഷണം, അത് വെള്ളത്തിൽ സംരക്ഷിക്കാനുള്ള ആഴാണ് കൂട്ടുന്നത്. ശരിക്കും ആ പീച്ചിൽ നിറഞ്ഞിരിക്കുന്ന എക്കൽ മണ്ണ് മാറ്റി അവിടെ വെള്ളത്തിന് കൂടുതലായിട്ട് വെള്ളം സംഭരിക്കുക വേണ്ട. ശരി, അതുപോലും നടപ്പിലാക്കാതെ പഞ്ചായത്തിൻ്റെ ഒരു അഴിമതി നടത്തുവാൻ പഞ്ചായത്ത് ഭരിക്കുന്നവർക്കും കൈയിട്ട് വാരുന്നതിന് വേണ്ടി മാത്രമായിട്ടൊരു പദ്ധതി കൊണ്ടുവരികയാണ് ചെയ്തത്. അതായത് ചെക്ക് ഡാം ശ്രീധരിപ്പാലം മുതൽ ഒരു 4 കിലോമീറ്ററോളം ചെളി നീക്കാം എന്ന് പറഞ്ഞൊരു പദ്ധതി കൊണ്ടുവരികയും ആ പദ്ധതിയുടെ ഭാഗമായിട്ട് 85 ലക്ഷം രൂപ മന്ത്രി കെ രാജൻ്റെ ഫണ്ടിൽ നിന്ന് മാറ്റുകയും ചെയ്തു. ഈ 85 ലക്ഷം രൂപയ്ക്ക് ചെളി നീക്കാം എന്ന് പറഞ്ഞ പദ്ധതി കൊണ്ടുവന്നിട്ട് ഒരു പ്രദേശം, അതായത് പൊന്തി നിൽക്കുന്ന പ്രദേശത്ത് മാത്രം ചെളി നീക്കാവുന്ന പരിപാടി മാത്രം നടത്തി. ആ ചെളി നീക്കാം എന്ന് പറഞ്ഞാൽ ആ ചെളിയല്ലായിരുന്നു, അതിൽ നല്ല ഒറിജിനൽ പുഴ മണലായിരുന്നു, അതിൽ നല്ല മണൽ. അപ്പോൾ പൊന്തി നിൽക്കുന്ന കുറച്ച് പ്രദേശത്ത് നിന്ന് മണലെടുത്തിട്ട് ഒരു സ്വകാര്യ വ്യക്തികളെ പറമ്പിൽ നിക്ഷേപിക്കുകയാണ് ഉണ്ടായത്. ആ ചെക്ക് ഡാം, അതായത് അതിൻ്റെ അടുത്ത് തന്നെ വരുന്ന ഈ പണ്ടാരച്ചിറ ചെക്ക് ഡാം നിർമ്മാണം ഇതിനൊപ്പം തന്നെയാണ് നടന്നത്. 3.5 കോടി രൂപയ്ക്കാണ് ആ ചെക്ക് ഡാമിന് ടെൻഡർ വെച്ചിട്ടുള്ളത്. ആ ടെൻഡർ വെച്ച ചെക്ക് ഡാമിൻ്റെ നിർമ്മാണത്തിന് ആവശ്യമായ മണലെടുത്തത് ഈ പുഴയിൽ നിന്ന് മാറ്റിയിട്ട ചെളി എന്ന് പറഞ്ഞാൽ ഈ മണൽ ഉപയോഗിച്ചിട്ടാണ് അവർ ആ ചെക്ക് ഡാം പണിതത്. ചെക്ക് ഡാം നിർമ്മിച്ചത് ഈ മണൽ ഉപയോഗിച്ചിട്ടാണ്. അതെ, ഈ ചെളി എന്ന് പറഞ്ഞിട്ട് ടെൻഡർ വെച്ച് മാറ്റിയിട്ട 85 ലക്ഷം രൂപയ്ക്ക് മാറ്റാൻ വേണ്ടി ടെൻഡർ വെച്ച് ചെളി നീക്കാമെന്ന് പറഞ്ഞിട്ട് ആ മാറ്റിയിട്ട ആ മണൽ ഉപയോഗിച്ചാണ് ചെക്ക് ഡാം പണിത്. 3.5 കോടി രൂപയ്ക്കാണ് ചെക്ക് ഡാം, അതായത് പണ്ടാരച്ചിറ ചെക്ക് ഡാം ടെൻഡർ വെച്ചത്. അതിലേക്ക് ആവശ്യമായ മണൽ ശരിക്കും പറയുകയാണെങ്കിൽ 50 ലക്ഷത്തോളം ആർക്ക് ഇത് കോൺട്രാക്ട് എടുത്ത വ്യക്തിക്ക് ലാഭം കിട്ടിയിട്ടുണ്ടാവും. കാരണം നഷ്ടം വന്നിരിക്കുന്നത് അത് സർക്കാരിന്, കൃത്യമായി പഞ്ചായത്തിന് എല്ലാം ഒത്താശയാണ് ചെയ്തു കൊടുക്കുന്നത്. പഞ്ചായത്ത് നഷ്ടമില്ല. പഞ്ചായത്ത്, അതായത് ഇപ്പൊ മാറ്റിട്ട 85 ലക്ഷം രൂപയ്ക്ക് മാറ്റിട്ട മണല് ടെൻഡർ കൊടുക്കുകയാണെങ്കിൽ നമുക്കറിയാം ശരിക്കും 1 കോടി രൂപ ലാഭം കിട്ടും. ശരിക്കും 85 രൂപ ഫണ്ട് ഉപയോഗിച്ച് മണൽ മാറ്റുമ്പോൾ എങ്ങനെ പോയാലും 1 കോടി രൂപ മണലുണ്ടാവും. ആ മണൽ ഇതുവരെ ഒരാൾക്ക് ടെൻഡർ കൊടുക്കുകയോ പുറത്തേക്ക് വിൽക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഓരോ സ്വകാര്യ വ്യക്തികൾ പറമ്പിലിട്ട് ഇപ്പൊ ഇനി പോയി നോക്കിയാൽ ഒന്നും പോലും കാണില്ല. ഒരു സ്ഥലത്ത് പോലും ഒരു തരി മണൽ കാണാൻ സാധിക്കില്ല. നല്ല ഒറിജിനൽ മണലാണ് സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലിട്ടെന്ന് കിട്ടിയിരിക്കണല്ലേ. അതിന് വേറെ പ്രത്യേക അതൊന്നും ഉണ്ടായിരുന്നില്ല. ഇല്ല, ഓരോ സ്വകാര്യ അവർക്കത് പഞ്ചായത്ത് ഭരണസമിതിക്ക് താല്പര്യമുള്ള ഓരോ സ്വകാര്യ വ്യക്തികൾ പറമ്പിലേക്ക് നല്ല ഒറിജിനൽ മണല്. കാരണം അതിന് ഒരു കാലത്തിൽ ചെളിയാന്ന് പറയാൻ സാധിക്കില്ല. കാരണം ആ മണൽ ഉപയോഗിച്ചാണ് ചെക്ക് ഡാം 3.5 കോടി വരെ ചെക്ക് ഡാം പോലും പണിതിട്ടുള്ളത്. അപ്പൊ ഒരിക്കലും അത് ചെളിയാവില്ലല്ലോ. അതിന്റെ എഞ്ചിനീയർമാർ കൃത്യമായി നോക്കിയിട്ട് നല്ല മണലാന്ന് പറഞ്ഞതിന് ശേഷം അവർ പണിയുള്ളൂ. അത്രയും നല്ല മണലാണ്. ഇത് നല്ല രീതിയിലൊരു അഴിമതി, ശരിക്കും പറഞ്ഞാൽ നല്ലൊരു അഴിമതിയാണ് നടത്തിയിട്ടുള്ളത്. അപ്പോൾ റവന്യൂ മന്ത്രിയുടെ മണ്ഡലത്തിൽ നടന്നിരിക്കുന്നത് ഈ ചെക്ക് ഡാം വലിയ പ്രസ്റ്റീജ് ആയിട്ടാണ് റവന്യൂ മന്ത്രി പറയണത്. അപ്പൊ അതിൽ അഴിമതി നടന്നതാണ് ഉണ്ടെന്നാണ് പറയണല്ലേ. സത്യമായിട്ടും എന്ത് കാര്യം എടുത്താലും ഇപ്പൊ നമുക്കറിയാം, നാട്ടിൽ നടക്കുന്ന വികസനത്തിന്റെ പേര് പറഞ്ഞിട്ട് അഴിമതി നടത്താൻ ഒരൊറ്റ ലക്ഷ്യത്തോടെ തന്നെ നടക്കുന്നത്. വികസനത്തിന്റെ പേരിൽ അഴിമതിയാണ് എല്ലായിടത്തും. ഏത് എടുത്ത് നോക്കിയാൽ ഞങ്ങളുടെ അവിടെ തന്നെ ഇപ്പോ നടത്തറ പഞ്ചായത്തിൽ തന്നെ എന്ത് എടുത്ത് നോക്കിയാലും 4 കോടി രൂപയ്ക്ക് ചെലവാക്കിയിട്ടാണ് വെറും 50 പേർക്ക് ഇരിക്കാവുന്ന രീതിയിലുള്ള കല്യാണം അവിടെ പണിതിട്ടുള്ളത്. അത് ഞങ്ങൾ കളക്ടർക്ക് പരാതി കൊടുത്തിട്ടുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ ഒരു പകൽ വീട് 35 ലക്ഷം ചെലവാക്കി വെറും 850 സ്ക്വയർ ഫീറ്റിന്റെ ഒരു പകൽ വീട്.
അങ്ങനെ എന്തെടുത്ത് നോക്കിയാലും നല്ല അതിന്ന് എങ്ങനെയാണ് അതിന്ന് കൈയിട്ട് വരാൻ പറ്റാവുന്ന ആ രീതിയിലേക്കുള്ള അഴിമതിയിലേക്കാണ് പോയിട്ടുള്ളത്. നേരത്തെ പറഞ്ഞ പോലെ അപ്പൊ ഈ രണ്ട് കരാറുകാരനോ ഒരാളാണോ അതോ ഈ വർക്ക് എടുത്ത ആള് ഇവർ തമ്മിലെ ഒരു അന്തർധാര അങ്ങനെ നടത്തിയിട്ടാണ് ഈ അഴിമതി നടന്നതെന്നുള്ള നിങ്ങളുടെ ആരോപണം? ഇത് രണ്ട് കരാറുകാരനാണ് എടുത്തുള്ളത്. ഇപ്പൊ ഒന്ന് മറ്റേ കോൺട്രാക്ട് എടുത്തത് പണ്ടാരച്ചിറയും, അത് വേറെ ആള്, ഇത് വേറെ ആളാണ്. പക്ഷെ ഇത് രണ്ടും ഇത് പറയുമല്ലോ ഒരു പദ്ധതി കെ രാജ MLA മന്ത്രി ഒരു ഫണ്ടിൽ പാസ്സാക്കി നടപ്പിലാക്കുന്നത് പഞ്ചായത്താണ്. ഈ പഞ്ചായത്താണ് ഇതിന് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നത്. പഞ്ചായത്തിന്റെ കീഴിലായിരിക്കും ഇതിന്റെ മേൽനോട്ടങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പൊ പഞ്ചായത്തിന്റെ അത്ര ഗ്രാമപഞ്ചായത്തിന്റെ ഭരണസമിതിയുടെ ഒത്താശയില്ലാതെ ഒരു കള്ളത്തരവും ആ പഞ്ചായത്തിൽ പ്രവർത്തനങ്ങൾക്ക് നടക്കാൻ സാധിക്കില്ല. പഞ്ചായത്താണ് എല്ലാത്തിനും ഒത്താശ ചെയ്തു കൊടുക്കുന്നത്. അപ്പൊ ഇതിന്റെ പിന്നില് ഈ കോൺട്രാക്ടർ കാര്യമായിട്ട് ഫണ്ട് ഇറക്കിണ്ടാവും എന്നല്ലേ പറയണത്? നല്ല രീതിയിൽ. കാരണം നമുക്കറിയാലോ ഒരു ഇത്രയും 3.5 കോടി രൂപ വരെ ചെക്ക് ഡാം നിർമ്മിക്കുമ്പോൾ അതിനൊരു എസ്റ്റിമേറ്റ് ഉണ്ടാവും. എന്ത് സർക്കാർ എന്ത് പദ്ധതി നടപ്പിലാക്കുമ്പോൾ അതിനൊരു എസ്റ്റിമേറ്റ് ഉണ്ടാവും. കമ്പി ഇത്ര, മണൽ ഇത്ര, മെറ്റൽ ഇത്ര, സിമെന്റ് ഇത്ര എന്നൊക്കെ. പക്ഷെ അതിന്റെ ആവശ്യമായ മണല്, ഒരു ലോഡ് മണല് പോലും അവര് ഉപയോഗിച്ചിട്ടില്ല. അവര് ഇറക്കിയ മണല്, അതായത് ഈ പണ്ടാരച്ചിറയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു പറമ്പിലായിരുന്നു അവര് മണല് ആദ്യം അടിച്ചത്, പാറമണല്. ആ പാറമണൽ അവിടെ ഇട്ട് പണി കഴിയുന്നവർ ആ പറമ്പിൽ അവിടെ കിടക്കുന്നുണ്ടായിരുന്നു മണല്. അന്നേരം അവരെല്ലാം പണ്ടാരച്ചിറ പണി കഴിഞ്ഞപ്പോൾ അവർ കയറ്റി അവര് ഗോഡൌണിലേക്ക് കൊണ്ടുപോയി ചെയ്ത് അവിടേക്ക് ആവശ്യമായ എല്ലാ മണലും ഈ 85 ലക്ഷം രൂപയ്ക്ക് ചെളി നീക്കാമെന്ന പദ്ധതി വെച്ചിട്ട് അതിൽ നിന്ന് മാറ്റിയിട്ട് ആ മണലാണ് കൃത്യമായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. 3.5 കോടിയില് ശരിക്കും ഇപ്പൊ കരാറുകാരന് എത്ര രൂപ ചെലവ് വന്നിട്ടുണ്ടാവും? ഇപ്പൊ നമ്മൾ പറയില്ല, മണലിന്റെ ഒരു 50 ലക്ഷത്തോളം അയാൾക്ക് ലാഭം കിട്ടിയിട്ടുണ്ടാവും. പിന്നെ ആ രീതിയിൽ തന്നെ നല്ല രീതിയിൽ തന്നെ അയാൾക്ക് അതിന്റെ ലാഭം കിട്ടിയിട്ടുണ്ട്. അതിന്റെ വീതം ശരിക്കും അയാൾക്ക് ചിലപ്പോൾ പറയാൻ പറ്റില്ല, ഒന്നും കിട്ടിയിട്ടുണ്ടാവില്ല. കാരണം 50 ലക്ഷത്തിന്റെ വീതം അയാൾ മന്ത്രിക്ക് പഞ്ചായത്ത് ഭരണസമിതിക്ക് വീതിച്ചു കൊടുത്തിട്ടുണ്ടാവും. അവരൊത്താശയില്ലാണ്ട് ഇത് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പൊ ഇതിനെതിരെ പരാതി കൊടുത്ത് ഇതായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം? തീർച്ചയായും. ഓരോ അഴിമതി, വികസനത്തിന്റെ പേര് പറഞ്ഞ് നടത്തുന്ന അഴിമതി ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കുക എന്നൊരൊറ്റ ലക്ഷ്യമാണ് ഉള്ളത്. അപ്പൊ പരാതിയായിട്ട് മുന്നോട്ട് പോവുകയാണ്. അതെ. ലോകായുക്തത്തിലൊക്കെ പരാതി, എല്ലാവർക്കും പരാതി കൊടുത്തു പോകാൻ തന്നെയാണ് തീരുമാനം. മന്ത്രി എന്താണ് ഇതിനെ കുറിച്ച് നിങ്ങൾക്ക് കിട്ടിയ വിവരം എന്താ? മന്ത്രിയോട് പറഞ്ഞപ്പോ മന്ത്രിക്ക് ഇതിൽ ബന്ധമില്ല. മന്ത്രി അത് ടെൻഡർ കൊടുത്തു കഴിഞ്ഞു. പിന്നെ പഞ്ചായത്താണ് നടപ്പിലാക്കേണ്ടത്. പഞ്ചായത്തിലെടുത്ത് ചോദിച്ചപ്പോൾ അത് ആ മണൽ കുഴപ്പമില്ല, നല്ല മണലാണ്, അതുകൊണ്ട് പണി നടത്താം എന്നാണ് പറയുന്നത്. അതല്ലല്ലോ ശരി. അതിലേക്ക് ഉപയോഗിക്കുന്ന മണല് അവര് ടെൻഡർ വെച്ചിട്ട് അതിലേക്ക് അവരാണ് കൊണ്ടുവരുന്നത്. അല്ലാണ്ട് ഇതിന്ന് എടുത്ത് ചെയ്യാൻ ഒരു കാരണവശാലും പാടില്ല. ഈ മണൽ ഉപയോഗിക്കാൻ പാടില്ല. ഇല്ല. ഈ മണൽ ഉപയോഗിച്ചാൽ ഇതിന്റെ ചിറയുടെ നിർമ്മാണത്തില് ഭാവിയില് നല്ല ഭവിഷ്യത്ത് ഉണ്ടാകുന്നത് ഞങ്ങൾ ചോദിച്ച ഏരിയടുത്ത് ഞാൻ പരാതിപ്പെട്ടിട്ടുണ്ടാന്ന് ചോദിച്ചു. അപ്പൊ അത് നല്ല രീതിയിൽ കഴുകിയിട്ടാണ് ഉപയോഗിക്കുന്നത് പറയുന്നത്. നല്ല രീതിയിൽ. അപ്പൊ നമുക്ക് ഒരു കാര്യം ഉറപ്പാണ്, ഇത് ചെളി നീക്കാനല്ല ശരിക്കും ഉണ്ടായിട്ടുള്ളത്. അവിടെ മണല് മാറ്റ എന്നൊരു പദ്ധതിയാണ്. പേരിന് ഒരു ചെളി. 2 പ്രോജക്റ്റ് ഒരുമിച്ച് ശരിക്കും നടത്തി. അപ്പൊ അതില് അവര് നന്നായിട്ട് അവര് 85 ലക്ഷം രൂപയ്ക്ക് മണല് ചെളി നീക്കാന്ന് പറഞ്ഞത് 4 കിലോമീറ്ററോളം കൃത്യമായിട്ട് അവരത് ഉപയോഗിച്ചിട്ടില്ല. പൊന്തി കിടക്കുന്ന സ്ഥലങ്ങളില്, ചെളിയാലിയ മണല് പൊന്തി കിടക്കുന്ന സ്ഥലങ്ങളിൽ കുറച്ച് JCB ഉപയോഗിച്ച് മാറ്റിയിട്ടല്ലാണ്ട് പൂർണ്ണമായിട്ട് ഈ പറയുന്ന 4 കിലോമീറ്ററോളം വൃത്തിയാക്കിയിട്ടില്ല, ചെളി നീക്കിയിട്ടില്ല. ഇല്ല. അപ്പൊ അത് വല്ലാത്ത അവര് നഷ്ടമല്ല പഞ്ചായത്തിന്. അതെ. പഞ്ചായത്തിന് മുഴുവൻ ചെളി നീക്കിയിട്ടില്ല. ഇല്ല. നീ കിടക്കണ്ടായില്ല. അതെ. ഇനിയും അത് ഇപ്പോഴും പോയി കഴിഞ്ഞാൽ കാണാം. ഇപ്പോഴും പോയി കഴിഞ്ഞാൽ വലക്കാവ് പാലത്തിന്റെ മുകളിൽ നിന്ന് നോക്കി കഴിഞ്ഞാൽ അറിയാം ഇപ്പോഴും മണൽ അവിടെ പൊന്തി കിടക്കുന്നത്. ആ മണൽ കണ്ടറിയാം, നല്ല സ്വർണ്ണ തിളക്കമുള്ള മണലാണ് കിടക്കുന്നത്. അപ്പൊ ഇനി പീച്ച് ഡാമെന്ന് വെള്ളം ഇനി തുറന്നു വിട്ട വീണ്ടും വരും സൈഡില് താമസിക്കുന്ന. ഞാൻ കൃത്യമായിട്ട് ഈ പഞ്ചായത്ത് കമ്മിറ്റി യോഗത്തിൽ ഞാൻ പറഞ്ഞാണ്, നമ്മൾ ഈ പുഴ വെടുപ്പാക്കണ പീച്ച് ഡാമിന്റെ ആഴം കൂട്ടാണ് ഏറ്റവും നല്ലത്. കാരണം അവിടെ നമുക്കറിയാം മലപ്രദേശത്ത് നിന്ന് ഒലിച്ചു വരുന്ന വെള്ളത്തിനൊപ്പം എക്കൽ മണ്ണുകളും ഒലിച്ചു വന്ന് അവിടെ ആഴം കുറഞ്ഞ് കിടക്കാണ്. അതുകൊണ്ടാണ് ഒരു മഴ പെയ്യുമ്പോഴേക്കും പെട്ടെന്ന് ഡാം എന്നറിയുന്നത്. അപ്പൊ അതാണ് നമുക്ക് താഴ്ച കൂട്ടുന്നത്. നമ്മുടെ വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലെ തന്നെ മലമ്പുഴ ഡാം പെട്ടെന്ന് അറിയുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. അതെന്തുണ്ടായി, ലാസ്റ്റ് മലമ്പുഴയിലത്തെ എക്കൽ മണ്ണ് നീക്കം ചെയ്തതിന് ശേഷം ഇപ്പൊ മലമ്പുഴ ഡാമിൽ വെള്ളം കയറുന്നൊരു സ്ഥിതി ഇല്ല. അത് ചൂണ്ടിക്കാണിച്ച് പഞ്ചായത്ത് യോഗത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ അങ്ങനെ നടന്നിട്ടില്ല. പേരിന് അതായത് പഞ്ചായത്തിന് നടത്താൻ ഒരു പദ്ധതി കൊടുക്കണം 85 ലക്ഷം രൂപയ്ക്ക്. അത് അതിന് എങ്ങനെയാണോ പ്രവർത്തന കാശ് കിട്ടേണ്ട ആ രീതി, അല്ലാണ്ട് ഇത് നാളേക്ക് ജനങ്ങൾക്ക് ഉപകാരമാവുന്ന രീതിയിൽ എന്തൊരു പ്രവർത്തനം ചെയ്യുമ്പോൾ നാളെ അത് ജനങ്ങൾക്ക് ഗുണം ചെയ്യുന്ന രീതിയിലേക്കുള്ള ഒരു പ്രവർത്തനം നമ്മുടെ നാട്ടിൽ നടത്തുന്നില്ല. അതിന് എന്താണ് ലാഭം കിട്ടുന്നത് അത് മാത്രമാണ് ചിന്ത.
അപ്പോൾ ജനങ്ങളുടെ നികുതി പണം എടുത്ത് ശരിക്കും അവർക്ക് തന്നെ തിരിച്ച് പണി കൊടുത്തു. അത്ര തന്നെ ഉള്ളൂ. അതുണ്ടായിരിക്കണം. അപ്പോൾ ഇതിൻ്റെ പരാതികളായിട്ട് മുന്നോട്ട് പോകും.